അബ്ദുൽ ബാസിത്ത് ആൻഡ് അമൃത കെ. അബ്ദുൽ ബാസിത്തിനെയും അമൃതയെയും കുറിച്ച് പറയുന്നതിന് മുന്നേ എമർജിയോ കമ്പനിയുടെ സിഇഒ ആയിട്ടുള്ള നിഷ എന്ന് പറയുന്ന ഒരു ലേഡിയെ കുറിച്ച് പറയാം. നിഷ എന്ന് പറയുന്ന ലേഡി ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഒരു ഗെയിം ഡെവലപ്മെന്റ് കമ്പനി തുടങ്ങിയാണ്. ആ കമ്പനിയുടെ പേരാണ് എമർജിയോ എന്ന്. ആ കമ്പനിയിലോട്ട് ജോലിക്കാരായിട്ട് വന്ന രണ്ടുപേരാണ് അബ്ദുൽ ബാസിത്തും അമൃത കെയും. അമൃതയുടെ വീട്ടിലെ സാഹചര്യം കുറച്ച് മോശമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഹോസ്റ്റൽ ഫീസൊക്കെ ലാഭിക്കാൻ വേണ്ടിയിട്ട് തന്റെ സ്ഥാപനത്തിൽ ജോലിക്ക് വന്ന അമൃതയെ തന്റെ സ്വന്തം വീട്ടിൽ നിഷ പാർപ്പിച്ചു. ഇതുപോലെ തന്നെ അബ്ദുൽ ബാസിത്തിനെയും സ്വന്തം അനിയനെ പോലെ കണ്ടു. ഏകദേശം 3 വർഷത്തോളം അവര് ആ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ടാവും. ആ 3 വർഷം ഒരു ദിവസം പോലും അവർ റെസ്റ്റോറന്റിൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. ഈ നിശ വെച്ചിട്ടുണ്ടാക്കിയ ഭക്ഷണമായിരുന്നു ഇവർ 3 പേരും കഴിച്ചിരുന്നത്. എന്നാൽ സ്വന്തം അനിയനെ പോലെ അനിയത്തെ പോലെയും കണ്ട അമൃതയും അബ്ദുൽ ബാസിത്തും കൂടെ നിശയോട് ചെയ്തത് വലിയൊരു ചതിയാണ്. എമർജിയോ കമ്പനിയുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വർക്ക് ചെയ്തിരുന്ന അബ്ദുൽ ബാസിത്ത് ആ കമ്പനിയിലോട്ട് വരുന്ന മുഴുവൻ എൻക്വയറിയും താനൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ടെന്നും ഈ നിലവിൽ എമർജിയോ കമ്പനി വർക്ക് ചെയ്യുന്നില്ല എന്നും ട്രെയിനിങ് എല്ലാം താനാണ് കണ്ടക്ട് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് ഒഫീഷ്യലായി രജിസ്റ്റർ ചെയ്യാത്ത ഒരു കമ്പനിയുടെ പേര് പറഞ്ഞിട്ട് പിള്ളേരെ മുഴുവൻ പറ്റിക്കുകയാണ് ഉണ്ടായത്. ഗണേശൻ, ഞാൻ ബാസിത്താണ്. എമർജിയുടെ ട്രെയിനിങ് ഇപ്പൊ ആക്ച്വലി സ്റ്റോപ്പ് ചെയ്തു. എമർജിയുടെ ട്രെയിനിങ് ഞാൻ തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ തന്നെ അവിടുത്തെ ചെയ്യുന്ന റിക്രൂട്ട്മെന്റ് അല്ല. എമർജിയുടെ ട്രെയിനിങ് ഇല്ല ആക്ച്വലി. ക്ലോസ് ചെയ്തു. ഏകദേശം 1 കോടി രൂപയോളം അമൃതയും ബാസിത്തും കൂടെ പറ്റിച്ചിട്ടുണ്ട്. അങ്ങനെ പാക്കേജ് ഇപ്പം 85 ആണ് ഫീസ് വന്നിട്ടുള്ളത്. ഈ ബാച്ചൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫീസ് ഹൈ ആവുന്നുണ്ട്. കാരണം അവിടുന്ന് ഇപ്പൊ എമർജിയിൽ കുറച്ച് ട്രെയിനിങ് ഉള്ള പിള്ളേരെല്ലാം എൻക്വയറിയിലുണ്ട്. ഫണ്ട് എനിക്ക് മനസ്സിലായി. നിങ്ങളൊരു നിങ്ങൾ ഫണ്ട് ഇറക്കുമ്പോൾ എന്തായാലും ഡൗട്ട്സ് ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. ഇതിലൊരു സങ്കടാവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാല് സ്വന്തം അനിയനെ പോലെ അനിയത്തെ പോലെയും കണ്ട 2 പേരാണ് അനിഷ എന്ന് പറഞ്ഞ ലേഡിയെ ചതിച്ചത്. അവര് ഇപ്പൊ ഒരുപാട് പേർക്ക് കടബാധ്യതയാണ്. ഇതിൽ ചതിക്കപ്പെടുന്നത് കൂടുതലും പാവപ്പെട്ട വീട്ടിലെ പിള്ളേരാണ്. എങ്ങനെയാലും ഒരു ജോലി സ്വപ്നം കണ്ട് പെട്ടെന്നൊരു ജോലി എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു കോഴ്സുകളിലോട്ടൊക്കെ പിള്ളേർ കടന്നു വരുന്നത്. അങ്ങനെയുള്ള പാവപ്പെട്ട വീട്ടിലെ പിള്ളേരാണ് ഇവർ 2 പേരും കൂടെ പറ്റിച്ചിട്ടുള്ളത്.